ജനത്തിന് വേണ്ടി ഇത്രയും നിന്ദയും പരിഹാസവും കേട്ടിട്ടും അദ്ദേഹം ജനത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കുകയാണ്. ജനത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥന നടത്തുക. യഹോവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ പറഞ്ഞതനുസരിച്ച് പാളയമിറങ്ങിയിരിക്കുന്നു. ജനത്തിന് കുടിക്കുവാനായിട്ടുള്ള ദാഹജനമില്ല. ഇതൊരു നല്ല മാതൃകയാണ് എല്ലാ കാലവും. പ്രത്യേകിച്ച് വൈദിക ഗണത്തിലുള്ള ആളുകൾക്ക്, ജനങ്ങളെ ഏതെങ്കിലും നിരകളിലൊക്കെ നയിക്കുന്ന നേതാക്കൾക്കും. അതായത് ജനങ്ങൾ മുറവിളി കൂട്ടിയാലും ശത്രുക്കളായാലും അവർക്ക് വേണ്ടി കരയുന്ന ഇടയന്മാരുണ്ടാവുക, അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന, മുട്ടുകുത്തി കരയുന്ന ആളുകൾ. തീർച്ചയാണ് ഒരിടവകയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ഒരു വികാരി ഉണ്ടെങ്കിൽ ആ ഇടവകയിൽ സ്വസ്ഥതയുണ്ടായിരിക്കും. ഒരു മെത്രാസനത്തിന് വേണ്ടി ഒരു തുള്ളി കണ്ണീരെങ്കിലും ഒരു ദിവസം ചെലവഴിക്കുന്ന മെത്രാച്ചനുണ്ടെങ്കിൽ ആ ഭദ്രാസനത്തിൽ ശാന്തതയുണ്ടായിരിക്കും. ജനത്തിനു വേണ്ടി കരയുന്ന, നിലവിളിക്കുന്ന നേതാക്കൾ. വീടുകളിലും ഇങ്ങനെ തന്നെയാണ്, ഭവനങ്ങളിൽ ഇങ്ങനെ തന്നെ, കോൺവെന്റിലും അങ്ങനെ തന്നെയാണ്. കോൺവെന്റിന് വേണ്ടി കരയുന്ന 2 സിസ്റ്റേഴ്സിനോടത്തുണ്ടെങ്കിൽ അവിടെ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. വീടുകളിൽ ഉദാസ്ഥിതി. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യം ഓർക്കേണ്ടത്, ദൈവസന്നിധിയിൽ കണ്ണുനീര് പൊഴിക്കാനായിട്ട് സാധിക്കുന്നെങ്കിലും അതിലും വലിയൊരു ആയുധം നമുക്കില്ല. ദൈവത്തോട് മല്ലടിക്കാനായിട്ട് കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ല. വാദിച്ച് ജയിക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും ലോജിക്ക് കൊണ്ട് ദൈവത്തോട് വാദിച്ചിട്ട് ആരെങ്കിലും ജയിച്ച ചരിത്രമുണ്ടോ? ദൈവം, നമ്മൾ പാടത്തില്ലേ, കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം. ദൈവത്തിന് എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ ഈ ഒറ്റ ബലഹീനതയുള്ളൂ. കണ്ണുനീര് കണ്ടാൽ അവൻ്റെ മനസ്സലിയും. ഞാൻ എത്ര ദുഷ്ടനാണെങ്കിലും ഞാൻ വല്ലാതെ കണ്ണുനീർ വാർത്ത് അവൻ്റെ സന്നിധിയിൽ കരയുമ്പോൾ അവൻ എൻ്റെ സകല ദുഷ്ടതകളും മറന്ന് എന്നെ മാറോട് ചേർക്കാനായിട്ട് സന്നദ്ധനാണ്. അതാണ് ഇവിടെ കാണുന്നത്. ജനത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കിയ മനുഷ്യൻ ആ കണ്ണുനീരിനെ മാനിക്കുകയാണ്. പറഞ്ഞു, യഹോവ മോശയോട്, ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടി കയ്യിലെടുത്തുകൊണ്ട് നീ നേരെ നടക്കുക. 3 നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ യഹോവ മോശയ്ക്ക് നൽകുന്നത്. അതിലാദ്യത്തേത് ഇതാണ്: ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ കൂട്ടിക്കൊണ്ട്, എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ പറഞ്ഞില്ല. 12 ഗോത്രങ്ങൾക്ക് 12 നേതാക്കളുണ്ട്. ചിലരെ അത് സെലക്ട് ചെയ്യാനുള്ള അവകാശം മോശയ്ക്ക് കൊടുത്തിരിക്കുക. അതിന് കാരണം എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ എല്ലാ നേതാക്കന്മാരും എല്ലാ സമയത്തും ഒരുപോലല്ലല്ലോ. അതുകൊണ്ട് അതിൽ യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുവാനുള്ള റൈറ്റ് മോശയ്ക്ക് തന്നെ നൽകിയിരിക്കുകയാണ്. ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ കൂട്ടിക്കൊണ്ട്, ഇതൊരു വലിയ ദൂതാണ്. എന്താണ്? ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ഒരൊറ്റയാൻ ശൈലി ആർക്കും നല്ലതല്ല. മെത്രാച്ചനും നല്ലതല്ല, വികാരിയച്ചനും നല്ലതല്ല, ആർക്കും നല്ലതല്ല. മറിച്ച് കളക്റ്റീവ് ആക്ടിവിറ്റി, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, സംഘടിതമായിട്ടാണ് പ്രതിസന്ധികളെ നേരിടേണ്ടത്. ഒരിടവകയിൽ പ്രയാസമുണ്ടെങ്കിൽ വൈദികൻ, മാനേജിങ് കമ്മിറ്റി ആലോചിച്ച് അങ്ങനെ പോകുന്ന ഇടപെടലെല്ലാം ശാന്തമാണ്. അതല്ലാതെ രാജ്യവും ശക്തിയും മഹത്വവും ഒക്കെ എനിക്കാണ്, ഞാൻ നിശ്ചയിക്കും, നിങ്ങൾ അനുസരിക്കണം, ഈ ശൈലി ക്രിസ്തീയമല്ല. അത് വേദപുസ്തകത്തിന് ചേരുന്നതല്ല. വിശുദ്ധ വചനം തരുന്ന ഏറ്റവും വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഒന്ന് ഈ പറയുന്ന സംഘടിതമായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നതാണ്. അല്ലാതെ ഒറ്റയാൻ ശൈലി ക്രിസ്തീയ നേതൃത്വ ശൈലിയിൽ ഇല്ല എന്നതാണ്. അതാണ് ഇവിടെ കാണുന്നത്. നീ തന്നെ പോകുക എന്നല്ലേ. ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ നീ കൂട്ടിച്ചേർക്ക്, ചിലരെ കൂടെ ചേർക്ക്, നീ വിളിക്കുക. അവരോട് ജനത്തിൻ്റെ
പങ്കാളിത്തം കൂടെ ഉറപ്പാക്കുവാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. ഇത് ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ആശയം പെട്ടെന്ന് മനസ്സിലാകുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലെ ചെറുതോ വലുതോ ആയിട്ടുള്ള പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരായ ആളുകൾ, വീട്ടിലാണെങ്കിൽ ഭർത്താവും ഭാര്യയും മക്കൾ പ്രായപൂർത്തിയായെങ്കിൽ അവരുടെ ആലോചന, ഇതെല്ലാം ചേർത്ത് ഞാൻ നിശ്ചയിക്കാം, നിങ്ങൾ അനുസരിച്ചാൽ മതി എന്നൊരു ഗൃഹനാഥൻ പറഞ്ഞാൽ അവിടെ കാര്യം ശരിയാവുകയില്ല. തൽക്കാലമൊക്കെ നടക്കും, പിന്നീട് ആ മക്കള് മുതിർന്നു കഴിഞ്ഞാൽ അവരനുസരിക്കുകയില്ല. ഏകദേശം കുഞ്ഞുങ്ങൾക്ക് പ്രായമായി കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവായി കഴിഞ്ഞാൽ അവരോടും ചോദിക്കണം, മോനെ മോളെ ഇങ്ങനൊരു കാര്യമുണ്ട്, പപ്പ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, മമ്മി ഇങ്ങനെ ആഗ്രഹിക്കുന്നത്, നിനക്കത് ഇഷ്ടമല്ലേ, നീ നിനക്ക് എന്ത് തോന്നുന്നു? ആരെയും അവഗണിക്കരുത്, ഒരു കൊച്ചുകുട്ടിയെ അവഗണിക്കരുത്. ഒരു കൊച്ചു കുഞ്ഞിന് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാൻ സാധിച്ചാൽ, ഈ കൊച്ചുകുട്ടികളാണെങ്കിലും ഇന്ന് നിങ്ങൾ 4 പേര് ഈ വചനം കേൾക്കാൻ വന്നിരിക്കുക, യഥാർത്ഥത്തിൽ ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് അവർക്ക് പഠിക്കാനൊന്നുമില്ല, കൊച്ചു കുഞ്ഞുങ്ങളാണ്. എന്നാലും അവർ വന്നതില്ല. മക്കളെ ഒന്ന് വിളിച്ചോ, എന്തുണ്ട് അവന് വിശേഷം എന്നൊക്കെ ചോദിച്ച് അവരെ ഒന്ന് അംഗീകരിക്കാനുള്ള മനസ്ഥിതി ഉണ്ടായാൽ അത് അവരെ നേടുന്നു എന്ന് തന്നെയല്ല, അവരുടെ വിശ്വാസതയെ, അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ വളർത്തിയെടുക്കാനായിട്ടുകൂടി സാധിക്കുകയാണ്. ഇത് ക്രിസ്തീയ ജീവിത ശൈലിയിലും നേതൃശൈലിയിലും അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ടതാണ്. ഒറ്റയാൻ ശൈലിയല്ല, ടീം വർക്ക് എന്ന് സാധാരണ പറയാറുണ്ട്. ടീം വർക്ക്, ഒരു ടീമിൽ പ്രവർത്തിക്കാൻ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടായെങ്കിലേ സാധിക്കുകയുള്ളൂ. നമ്മളിൽ അനേക ആളുകൾക്ക് അങ്ങനെയല്ല, ഇത് ഞാൻ ചെയ്തോളാം, വേറെ ആരും ഇക്കാര്യത്തിൽ കൈ കടത്തരുത്. ശരിയായിരിക്കാം, ഒരു കാര്യം തന്നെ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കാം. ഇവിടെ നിൽക്കുന്ന ഈ പാട്ടുകാരിൽ, അച്ഛന്മാരിൽ എല്ലാവരും പാടുന്ന ആളുകളാണ്. എന്നാൽ അനുവച്ചന് സംഗീതം പഠിക്കാനായിട്ട് റഷ്യയിൽ പോയി പഠിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് അനുവച്ചന് മറ്റുള്ള ആളുകളെക്കാൾ കൂടിയ ആളൊന്നും സർട്ടിഫിക്കറ്റ് തരുന്നതല്ല, പാട്ടുകാരനൊക്കെ തന്നെയാണ്. ഞാൻ ഇച്ചിരിയോട് മാർക്ക് എൻ്റെ ടീച്ചേഴ്സിന് കൊടുക്കും, വഴക്കുണ്ടാക്കരുതേ. അപ്പോൾ പക്ഷേ ഒരു പാടുന്നത് എങ്ങനെയാണ്? അനൂപ് ബച്ചൻ അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചയാളാണ്. മറ്റാരും സിസ്റ്റമാറ്റിക്കായിട്ട് സംഗീതം പഠിച്ചില്ല. എന്നാൽ അവരുടെ സ്വന്തം അധ്വാനത്തിലൂടെ പാടാനായിട്ട് പരിശീലിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നും പാടുന്ന നേരത്ത് ഒരാളുടെ വോയിസ് അല്ല മുഴങ്ങി കേൾക്കുന്നത്. അനൂപ് ബച്ചനെ കൊണ്ട് തന്നെ പാടിച്ചാൽ ഒരു പക്ഷേ പാട്ടുകൾ ഇതിലും നന്നായി പാടാനത്തിന് സാധിച്ചേക്കും. പക്ഷേ സംഘടിതമായിട്ട് എൻ്റെ ശബ്ദം ഉയർന്നു നിൽക്കണമെന്നുള്ളതല്ല, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് നല്ല പാട്ട് പാടുന്ന ആളുകൾ പാടുന്ന നേരത്ത് അടുത്ത് നിൽക്കുന്നവൻ്റെ സ്വരം കൂടൊന്ന് ശ്രദ്ധിക്കും. എൻ്റെ കയറിപ്പോകുന്നുണ്ടോ, അങ്ങനെ പോകാതിരിക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ട്. വോയിസിൻ്റെ മോഡുലേഷനിലൊക്കെ ശരി, അതുണ്ടെങ്കിലേ സംഗീതമാവുകയുള്ളൂ. അല്ലെങ്കിൽ 5 പേരുണ്ടെങ്കിൽ 6 ശബ്ദം കേൾക്കാൻ പറ്റും. അത് സംഗീതമാകുകയില്ല. സംഗീതത്തിനുണ്ടായിരിക്കേണ്ടത് ശ്രുതി, ലയം, താളം, ഈ 3 കാര്യങ്ങളും ഒരുപോലെ വരുമ്പോഴാണ് ഏതൊരു ഗീതവും സംഗീതമാകുന്നത്. ഗീതവും സംഗീതവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ ക്ലാസ് അനുഭവിച്ചാൽ എന്നെ ഏതെങ്കിലും എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും ശരി, നമുക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ശൈലി സ്വീകരിക്കേണ്ടത് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരു ടീം വർക്കിന് വേണ്ട ടീം സ്പിരിറ്റാണ്. അങ്ങനെ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നതാണ്. നമ്മുടെ ആരാധന എങ്ങനെയാണ്? ഒരച്ഛൻ തന്നെ വിചാരിച്ചാൽ, കുർബാന അർപ്പിച്ചാൽ അത് വാലിഡ് അല്ല. നമ്മുടെ ദൈവശാസ്ത്രത്തിൽ, ഓർത്തഡോക്സ് തിയോളജിയിൽ ഒരാരാധന അത് വാലിഡ് ആകണമെങ്കിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ശരിയായി ഓർഡൈൻഡ് ആയിരിക്കുന്ന ഒരു കാർമ്മികൻ, പ്രോപ്പർലി ഓർഡൈൻഡ് പ്രീസ്റ്റ്. രണ്ടാമത്തത്, ആ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന ശരിയായ വസ്തുക്കൾ. വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിൽ അത് ശരിയായി തയ്യാറാക്കിയ ഹമീറ, കൂടാതെ വീഞ്ഞ്. അതിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടുണ്ട്,
എ ലിറ്റർജിക്കൽ അസംബ്ലി, ഒരു ആരാധനാ സമൂഹം. അല്ലാതെ വീട്ടിലെ മുറിയിൽ തന്നെ ഇരുന്നുകൊണ്ട് കുർബാന ചൊല്ലിയാൽ അങ്ങനെയല്ല നമ്മൾ അതിനെ കാണുന്നു. ചുരുക്കത്തിൽ ഞാൻ വളരെ ലഘുവായിട്ട് അങ്ങ് അറിയുന്നതേ ഉള്ളൂ. നമ്മുടെ ആരാധനാ ദൈവശാസ്ത്രം, സക്രമെന്റൽ തിയോളജി, ഈ ആരാധനാ ദൈവശാസ്ത്രത്തിൽ ലിറ്റാർജിക്കൽ അസംബ്ലി, വിശ്വാസ സമൂഹത്തിൻ്റെ പങ്കാളിത്തം പ്രധാനമായിട്ട് വേണ്ടെന്ന് ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ്. ആരാധനാ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാളുടെയെങ്കിലും സാന്നിധ്യം ഉണ്ടാക്കുവാനായിട്ട് കഴിയുക. ഓർക്കുക, ആരാധിക്കുന്നതിന് പോലും നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നു, അത് വേറൊരു കാര്യം. എന്നാൽ ഒരു കൗദാശിക അനുഷ്ഠാനം നടക്കുമ്പോൾ അതൊരു കാർമ്മികൻ്റെ മാത്രം കടമയോ അവകാശമോ അല്ല, മറിച്ച് ആരാധനാ സമൂഹത്തിൻ്റെ പങ്കാളിത്തം കൂടെ സ്വീകരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടിയിരിക്കുന്നത്. അവിടെയും കാണുന്നത് എന്താണ്? വിശ്വാസ ജീവിതത്തിൽ, ആരാധനാ ജീവിതത്തിൽ സംഘമായിട്ട് ആരാധിക്കാനുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടാണ് സഭ വെച്ച് പുലർത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ കാണുന്നത്, നീ ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ വിളിച്ച്, ഒന്നാമത്തെ നിർദ്ദേശം അതാണ്. അതായത്, മോശേ, നിന്റെ ഈ പ്രതിസന്ധിയെ മാറ്റാൻ നീ തനിയെ ശ്രമിക്കരുത്. നിന്നെ സഹായിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ വിഷയം പരിഹരിക്കാനായിട്ട് നിന്റെ ജനത്തിൽ നിന്ന് കുറച്ച് നേതാക്കളെ നീ തന്നെ കണ്ടെത്തുക. ഇതാണ് ആദ്യത്തെ നിർദ്ദേശം. രണ്ടാമത്തേത് എന്താണ്? നദിയെ അടിച്ച വടി നീ കയ്യിലെടുക്കണം. ഏതാണ് ആ വടി? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്രായേൽ മക്കൾ യാത്ര തുടങ്ങിയ ആദ്യ സായാഹ്നത്തിൽ ചെങ്കടലിൻ്റെ തീരത്ത് വന്നു. അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അക്കരയ്ക്ക് പോകാനായിട്ട് ഒരു നിവൃത്തിയില്ല. അവിടെയും ജനങ്ങൾ വലിയവായിൽ കരയാൻ തുടങ്ങി. ഫറവോന്റെ സൈന്യം പിറകിലുണ്ട്, മുമ്പിലാണെങ്കിൽ ചെങ്കടല്. എന്താ ചെയ്യേണ്ടത്? അവിടെയും ഈ മോശ കരയുകയാണ്, യഹോവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ കയ്യിലുള്ള വടിയുണ്ടല്ലോ, ആ വടിക്ക് വേറൊരു ചരിത്രം കൊണ്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വടി കയ്യിലുണ്ടായത്? അദ്ദേഹം ജനത്തെ നയിക്കുന്നതിന് മുമ്പ് ഒരാട്ടിടയനായിരുന്നു. ഒരാട്ടിടയൻ്റെ കയ്യിൽ എപ്പോഴും നീണ്ട വടിയുണ്ട്, ഈ ആടുകളെ തെളിച്ച് കൊണ്ടുപോകുവാനായിട്ട്. ഈ വടി കയ്യിൽ ഏന്തിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഫറവോന്റെ അടുക്കൽ ചെന്നത്. യഹോവയുടെ കൽപ്പനയനുസരിച്ച് അന്ന് മോശ ചോദിച്ചു, യഹോവേ, നീ എന്നെ അയച്ചു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അവിടാണ് ആ വടി നിലത്തിട്ടുടനെ സർപ്പമായി തീരുന്നത്. അതിനെ വാലിൽ പിടിച്ചപ്പോൾ വീണ്ടും അത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ ആ ദണ്ഡായിട്ട് തിരിച്ചു കിട്ടുകയാണ്. അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ വടിയുണ്ട്, ഇടയൻ്റെ വടി. അതിൻ്റെ സൂചനയായിട്ടാണ് മേൽപ്പട്ടക്കാർ അംശവടി പിടിക്കുന്നത്. അംശവടി പിടിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജനത്തെ നയിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ്, അല്ലാതെ അധികാര ചിഹ്നമായിട്ടല്ല. ഒരു മെത്രാശനും തൻ്റെ കയ്യിലേന്തിയിരിക്കുന്ന കുരിശും കയ്യിൽ പിടിക്കുന്ന അംശവടിയും അധികാരത്തിൻ്റെ ചിഹ്നങ്ങളല്ല. ആ തെറ്റിദ്ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട്. ഞാൻ ഈ കുരിശ് പിടിക്കുന്നതും അംശവടി പിടിക്കുന്നതും എൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായിട്ടല്ല. ഞാൻ മഹാപുരോഹിതനാകയാൽ ജനത്തെ ശുശ്രൂഷ ചെയ്യാൻ, ജനത്തിനു വേണ്ടി ദൈവ സാന്നിധ്യം അറിയിക്കാൻ ഈ വടി കയ്യിലുള്ളപ്പോൾ യഹോവയുടെ സാന്നിധ്യം ജനം അറിയുകയാണ്. അതുകൊണ്ടാണ് അത് താഴിയിട്ടുടനെ സർപ്പമായി തീർന്നു, അത് വെള്ളത്തിൽ അടിച്ചുടനെ കടൽ രണ്ടായിട്ട് മാറിയത്. ദൈവ സാന്നിധ്യം അറിയിക്കാനായിട്ട് ഈ കുരിശോ രക്ഷാകരവും ജയം നൽകുന്നതുമായ വിജയശ്രീവ, അതെൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമല്ല. ഈ ശ്രീവായിലേക്ക് നോക്കുന്നവർ, ഇതിൽ നിന്ന് വാഴ്വേൽക്കുന്നവരെല്ലാം അനുഗ്രഹീതരാകുന്നു എന്നുള്ളതിൻ്റെ ദൂതാണ്. അതല്ലാതെ മെത്രാശൻ്റെ അധികാര ചിഹ്നങ്ങളൊന്നും അല്ലിത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഏതായാലും നദിയടിച്ച വടി നീ കയ്യിലെടുക്കണം. ഈ വടിയൊന്നും ഇല്ലാതെ പൊയ്ക്കൂടെ? ഈ വടി യഥാർത്ഥത്തിൽ ആരാധനാ ജീവിതത്തിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഈ വടി എന്ന് പറയുന്നത് വിശ്വാസിയുടെ
വിശ്വാസ ജീവിതത്തിലെ ആരാധനാ ജീവിതത്തിൻ്റെ, അതിൽ തന്നെ കൗദാശിക ജീവിതത്തിൻ്റെ കൂദാശകളുടെ അടയാളമാണ് ഈ വടി. എന്താണ് സംഭവിക്കുന്നത്? ഒരു കൂദാശയിലൂടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭൗതിക വസ്തുക്കളോ അനുഷ്ഠാനങ്ങളോ അതെല്ലാം അദൃശ്യമായ ദൈവത്തിൻ്റെ കൃപകൾ പ്രവഹിക്കുന്നതിനുള്ള സാധ്യതയായിട്ട് മാറുകയാണ്. അതല്ലേ സംഭവിക്കുന്ന കൂദാശകളിൽ. അങ്ങനെയാണെങ്കിൽ ഈ വടി ക്രിസ്തുവേശുവിൻ്റെ കൗദാശിക സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. ഓരോ കൂദാശി അനുഷ്ഠിക്കുന്ന നേരത്തും, അതനുഭവിക്കുന്ന നേരത്തും, അനുഷ്ഠിക്കുന്നവനും അനുഭവിക്കുന്നവനും യഥാർത്ഥത്തിൽ ക്രിസ്തുവേശുവിൻ്റെ കൗദാശിക സാന്നിധ്യത്തെ അറിയുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാ ദൈവശാസ്ത്രത്തിലും സാക്രമെന്റൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, അങ്ങനെ ഒരു പ്രയോഗം തന്നെയുണ്ട്. സാക്രമെന്റൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിൻ്റെ സാന്നിധ്യം ഏതെല്ലാം തലങ്ങളിലുണ്ട്? വചനം, അത് ക്രിസ്തുവേശുവിൻ്റെ അടയാളമാണ്. വചനം ജഡം ധരിച്ചതാണല്ലോ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ. അതുകൊണ്ട് വചനം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ ജഡധാരണം ചെയ്ത കർത്താവിൻ്റെ അനുഭവമാണ്, അല്ലെങ്കിൽ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ ഓരോ കൂദാശയിലും ക്രിസ്തുവേശുവിൻ്റെ കൗദാശിക സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് അത് നിന്റെ കയ്യിലുണ്ടാവണം. നിന്റെ ജീവിതയാത്രയിൽ, നിന്റെ പ്രതിസന്ധികളിൽ അതിനെ നേരിടുവാനായിട്ട് ക്രിസ്തുവിൻ്റെ കൗദാശിക സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാവണം. അതിൻ്റെ സൂചനയാണ് നദിയെ അടിച്ച വടി നീ കയ്യിലെടുക്കണം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, വിശ്വാസ ദർശനം, ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ചയെന്ന സാധാരണ ആളുകൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ഞാൻ ഈ സിസ്റ്ററെയോ നിങ്ങളെയോ കാണുന്നത് സാധാരണ കാഴ്ചയാണ്. ദർശനമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ കാഴ്ചകൾക്കെല്ലാം ചക്രവാളമുണ്ട്, അല്ലേ? ഈ ചാപ്പലിൻ്റെ വാതിലൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ചെന്ന് തട്ടി നിൽക്കുന്ന എവിടെ? ഭിത്തിയേല. അപ്പുറത്തുള്ളത് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ അങ്ങനെയുള്ള ചക്രവാളങ്ങളെ മറികടന്ന് അതിനപ്പുറത്തുള്ള കാര്യങ്ങളെ കാണാനുള്ള കഴിവിനെയാണ്, ഉൾക്കാഴ്ചയാണ് ദർശനം. ഞാനിത് പറയുന്നത് പദത്തിൻ്റെ വ്യുൽപ്പത്തിയുടെ അടിസ്ഥാനത്തിലാണ്. ദർശനം എന്നൊരു സംസ്കൃത വാക്കാണ്, ധർ എന്നൊരു ധാതുവിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം തന്നെ the ability to see that which is beyond horizon. ചക്രവാളങ്ങൾക്കപ്പുറമുള്ളത് കാണാനുള്ള കഴിവാണ് ദർശനം. അല്ലാതെ സാധാരണ കാഴ്ചയല്ല. സാധാരണ കാഴ്ച കാണാൻ ആർക്കും സാധിക്കും. പക്ഷേ നമ്മൾ പറയാറില്ലേ, അദ്ദേഹം ദർശനമുള്ള ആളായിരുന്നു, വിഷനുള്ള ആളായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ? വിഷൻ ഉണ്ടാവണം. എന്താ അത്? വെറും കാഴ്ചയെന്നാണോ? അല്ല. ഇനി നാളുകൾക്ക് ശേഷം നടക്കേണ്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നാളുകൾക്ക് അപ്പുറത്തേക്ക് ജനത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ആളുകളെയാണ് വിഷനുള്ളവരെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസ ദർശനമാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? കേവലം കാഴ്ചയല്ല, മറിച്ച് വിശ്വാസം. എത്രമാത്രം നമ്മെ അങ്ങ് അകലേക്ക് നയിക്കാനായിട്ട്, ഏതകലം വരെ, ഏതറ്റം വരെ, സ്വർഗരാജ്യം വരെ നയിക്കാനുള്ള കാഴ്ചപ്പാട് നമുക്ക് നൽകുക. അതിന് നിർബന്ധമായി വേണ്ടിയിരിക്കുന്നതാണ് നദിയെ അടിച്ച വടി, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കൗദാശിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിരിക്കുന്ന കൂദാശകൾ. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിൽ ദർശനമുണ്ടാകണമെങ്കിൽ കൂദാശകളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം. ചിലരെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്, എല്ലാ ആഴ്ചയും പഠിപ്പുണ്ട്, ആവശ്യം എന്താ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും, തർക്കമൊന്നുമില്ല. പക്ഷേ ഇതൊരു വിശ്വാസ ദർശനമാണെങ്കിൽ, ഇത് നദിയെ അടിച്ച വടി കയ്യിലെടുത്തുകൊണ്ടൊരു യാത്രയാണെങ്കിൽ, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള യാത്രയാണെങ്കിൽ, അവിടെ കൂദാശകളുടെ പ്രസക്തി നിസ്സാരമല്ല. കൗദാശിക ജീവിതത്തിൻ്റെ സാങ്കത്യം നിസ്സാരമല്ല എന്ന് വ്യക്തമാക്കുകയാണ്. അടുത്തത്
അടുത്ത ദൂത് എന്താണ്? നീ നേരെ നടന്ന് ഹോറേബ് വരെ പോകണം. ഹോറേബ് എന്ന് പറയുന്നത് സീനായി മല തന്നെയാണ്, അതിൻ്റെ വേറൊരു പേരാണ്. ഹോറേബ് മലയിൽ ഒരു പാറ നീ കാണും. ആ പാറയെ നീ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിക്കണം. അതാ എഴുതിയിരിക്കുന്നത് 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ജനത്തിന്റെ മുമ്പാകെ കടന്നു പോകും. ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഈ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. മഹാത്ഭുതമാണ്. നദിയടിച്ച വടി കയ്യിലെടുത്ത് ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നേരെ നടക്കുക. എവിടെ വരെ? ഹോറേബ് വരെ. ഈ ഹോറേബിൽ വെച്ച് തന്നെയാണ് മോശയെ എന്ന് വിളിക്കുന്ന യഹോവയുടെ സ്വരം കേട്ടത്. ഈ ഹോറേബിന്റെ താഴ്വരയിൽ അല്ലെങ്കിൽ സീനായുടെ താഴ്വരയിലാണ് നീ ആരാണ് എന്ന് മോശ തിരിച്ചു ചോദിക്കുന്നത്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ഉത്തരം കേട്ടതും ഈ ഹോറേബിന്റെ താഴ്വരയിൽ വെച്ച് തന്നെയാണ്. അതേ ഹോറേബിലേക്ക് എവിടെ നിന്നാണോ തൻ്റെ യാത്ര തുടങ്ങിയത് അതിലേക്ക് തന്നെ മടങ്ങിച്ചെന്ന് അവിടെ കാണുന്ന പാറയെ നീ അടിക്കണം. എന്തോ ഒരു അത്ഭുതമാണ് പാറ. നമ്മൾ കിണറിലൊഴിക്കുന്ന നേരത്ത് ഒരു പാറ ഉണ്ടെങ്കിലും എൻ്റെ ദൈവമേ എന്തോ ഒരു കഷ്ടമായി. ഞാൻ കഴിഞ്ഞ തലയാണ്ടിലും എൻ്റെ 3 ലക്ഷം രൂപ മുടക്കി ഒരു വലിയ കിണറ്, വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് ചാലോട്ടം. 3 ലക്ഷം രൂപയോളം മുടക്കി കിണർ കുഴിച്ചു അടി ചെന്നപ്പോൾ വലിയ പാറ. അതുകൊണ്ട് എന്താ, മെയ് 2 മാസത്തേക്കിന് ഒരു തുള്ളി വെള്ളമില്ല, അല്ലെങ്കിൽ ഇഷ്ടംപോലെ വെള്ളമാണ്. പാറ നമുക്കെല്ലാം പേടിയാണ്, കാഠിന്യമാണ് അല്ലേ? കാഠിന്യത്തിൻ്റെ അടയാളമാണ് പാറ. പക്ഷേ ഇവിടെ പറയുകയാണ്, പാറയിൽ ഞാൻ നിൽക്കും, പാറയിൽ ഞാൻ കാണും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ കാഠിന്യം നിറഞ്ഞ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് പ്രിയരെ. അത് രോഗമാണെങ്കിൽ അങ്ങനെ, മറ്റെന്ത് ക്ലേശങ്ങളാണെങ്കിലും അങ്ങനെ, ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ വഴി എല്ലാവരും വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ് നമ്മളെ അങ്ങ് തകർക്കുന്ന സന്ദർഭങ്ങളിലാണെങ്കിലും ശരി, അങ്ങനെയുള്ള പാറയുടെ മധ്യത്തിലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളുണ്ട്. നീ ഇങ്ങോട്ട് പോരെ എന്ന് വിളിക്കുന്ന ഒരുത്തനുണ്ട്. അതുകൊണ്ടാണ് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ മെത്രാശന്മാർ ഈ പത്രസീൻ ധരിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. ദുർദിവസത്തിൽ അവൻ തൻ്റെ നിഴലിൻ മറവിൽ നിന്നെ ചേർത്തുകൊള്ളും, അവന്റെ കൂടാരത്തിൽ നിന്നെ വസിപ്പിക്കും. അടുത്ത വാക്യമോ, പാറമേൽ അവൻ നിന്നെ നിർത്തും, അപ്പോൾ നിന്റെ തല നിന്റെ ശത്രുക്കളുടെ മേൽ ഉയരും. ഇത് ചൊല്ലിക്കൊണ്ടോ പത്രസേന ഇടുന്നത്. എനിക്ക് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ബലം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. പാറമേൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നീ നേരെ പോവുക ഹോറേബിലേക്ക്, പാറയിൽ ഞാൻ നിൽക്കും. അതാണ് പറയുന്നത്. ജീവിതത്തിലെ ദുർഘടങ്ങളായിരിക്കുന്ന ഏറ്റവും കാഠിന്യമുള്ള അനുഭവങ്ങൾ എന്ന് കരുതുന്നിടത്ത് ഓർക്കുക, അവിടെ ദൈവ സാന്നിധ്യം ഉണ്ട്. പ്രൊവൈഡഡ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എങ്ങനെ തിരിച്ചറിയുന്നത്? പാറയെ നീ അടിക്കണം, ഉടനെ അത് നിനക്ക് ജലത്തിന് കുടിക്കുവാനുള്ള വെള്ളം അതിലൂടെ ഒഴുകിയിറങ്ങും. പാറയെ അടിക്കുന്നത് എന്തുകൊണ്ടാ? വല്ല കൂടം കൊണ്ടാണോ? കയ്യിലിരിക്കുന്ന വടി. അതായത് ജീവിതത്തിലെ കാഠിന്യം നിറഞ്ഞ സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യുവാൻ വേണ്ട ആയുധം എന്താണ്? കൗദാശിക ജീവിതം. കൗദാശിക ജീവിതം. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ആവുന്നത്ര അനുഭവിച്ച് വിശുദ്ധ കുംഭസാരത്തിൻ്റെ അനുഭവത്തിലൂടെ മറ്റു കൂദാശകളിലൂടെ പങ്കെടുക്കുന്ന നേരങ്ങളിൽ അനുഭവിക്കുന്ന കൗദാശിക ശക്തിയുണ്ട്. സാക്രമെന്റൽ എനർജി. ആ സാക്രമെന്റൽ എനർജിയാണ് നമ്മുടെ ജീവിതത്തിലെ പാറ സദൃശ്യമായിട്ടുള്ള അനുഭവങ്ങളെ തച്ചുടയ്ക്കുവാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് നദിയെ അടിച്ച വടി കൊണ്ട് പാറയെ നീ അടിക്കുക. ഒരു പാറയെ ഒരു വടി കൊണ്ട് അടിച്ചാൽ അത് പൊട്ടിപ്പോവുകയില്ലേ? പക്ഷേ പൊട്ടിയത് എന്താണ്? വടിയല്ല, പാറയാണ്. അതിൽ നിന്നാണ് ഇസ്രായേലിന് വേണ്ട ജലം എല്ലാം കിട്ടിയത്. 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ
ഈ വാക്യത്തിന് ഒന്നാന്തരം ഒരു കമന്ററി എഴുതിയിട്ടുണ്ട്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറയിൽ നിന്നല്ലോ അവർ വെള്ളം കുടിച്ചത്. ഇതേ പ്രാർത്ഥന തന്നെ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ കർമ്മീയരായിരിക്കുന്ന പുരോഹിതര് ശൊശപ്പ ആഘോഷിക്കുന്ന നേരത്ത് രഹസ്യത്തിൽ ചൊല്ലുന്നുണ്ട്. നിങ്ങളാരും കേൾക്കുന്നില്ല. ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വേണ്ടി 12 നീരുറവ ഒഴുകി തന്ന ജീവജല നദി നീയാകുന്നു. ശുശപ്പ ആഘോഷിക്കുന്ന നേരത്തെ ചൊല്ലുന്ന അതാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് ഈ വാക്യങ്ങളിലാണ്. അതായത് പുറപ്പാട് പുസ്തകത്തിലുണ്ട്, സംഖ്യാപുസ്തകത്തിലുണ്ട്, 1 കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി 12 നീരുറവ ഒഴുകി കൊടുത്തിയത് ആ പാറ നീയാകുന്നു. ഞങ്ങളുടെ രക്ഷകന്റെ കബറെങ്കിൽ വെച്ച തീക്കൽ പാറയും നീ തന്നെയാകുന്നു. അത് പറഞ്ഞുകൊണ്ട് ശുശപ്പ മാറ്റുകയാണ്. ആരാണ് ഈ പാറ? ആ ശുശപ്പാടെ അടിയിൽ കാസായിലും ബീലാസായിലും സന്നിഹിതമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളാണ്. അതാണ് പാറ. പാറയെ നീ അടിക്ക്, ശുശപ്പായ നീക്ക്. അവിടെ ഞാനുണ്ട്. അവിടെയാണ് കർത്താവിന്റെ ശരീര രക്തങ്ങൾ. ഓർത്തേ, നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധനയും ദൈവവചനത്തോട് എത്ര ചേർന്ന് നിൽക്കുന്നതാണ്. എത്ര ശുശപ്പ ആഘോഷിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു ശുശ്രൂഷയിൽ തന്നെ ഇത്രയും ആശയങ്ങൾ കിടക്കുകയാണ്. ആ ശുശപ്പ നീക്കുക എന്ന് പറഞ്ഞാൽ പാറയെ അടിക്കുന്നതിന് തുല്യമാണ്. അവിടെ എന്താണ്? അവിടെ എൻ്റെ സാന്നിധ്യമുണ്ട്, ഇവിടെ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. അവിടെ നിന്ന് ജീവജനത ഒഴുകും ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വേണ്ടി. കർത്താവ് പറയുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകും. ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ശുശ്രൂഷയാണ് ശുശപ്പ ആഘോഷിക്കുന്ന ശുശ്രൂഷ. ഇത്രയും ഓർത്തഡോക്സ് വിശ്വാസവും ദൈവവചനവും തമ്മിൽ കോർത്തിണങ്ങി കിടക്കുന്ന ഒരു ആരാധനയും ലോകത്തൊരു വിഭാഗത്തിന് ഇല്ലെന്നുള്ളത് നമുക്കതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതാണ് 3ാമത്തെ നിർദ്ദേശം, പാറയെ നീ അടിക്കുക. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പാറ സദൃശ്യമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ട്. ഈ സന്യസ്തരായ ഞങ്ങൾക്ക്, ഈ സിസ്റ്റേഴ്സ്, ഞങ്ങളുടെയൊക്കെ ജീവിതം എന്തുമാത്രം മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ഉള്ളതാണ്. പക്ഷേ അവിടെയെല്ലാം ആ പാറയെ തച്ചുടയ്ക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിലും വടിയുണ്ട്. അത് വലിയ മാരകമായ വടിയല്ല. നിരന്തരമായ യമനമസ്കാരങ്ങൾ, 7 യാമങ്ങളുടെ പ്രാർത്ഥനകൾ, അതിലെ രഹസ്യ പ്രാർത്ഥനകൾ, തുടർച്ചയായിട്ടുള്ള കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതും കിട്ടുന്ന ആ സാക്രമെന്റൽ എനർജി, ഇതൊക്കെയാണ് സന്യസ്തരായ ഞങ്ങൾക്ക്. അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിക്കും. സന്യാസിയാണോ അല്ലെങ്കിൽ ഗൃഹസ്ഥനാണോ എന്നുള്ളതല്ല, മറിച്ച് ജീവിതത്തിലെ പാറ സദൃശ്യമായ അനുഭവങ്ങളെ കൗദാശിക ജീവിതത്തിൻ്റെ ശക്തി കൊണ്ട് തകർക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരും തന്നെ ലജ്ജിച്ച് തലകുനിക്കേണ്ടതായിട്ട് വരികയില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. യഹോവയുടെ നിർദ്ദേശമനുസരിച്ച് രഫീദീമിൽ പാളയമിറങ്ങിയ ഇസ്രായേൽ ജനം, അവരുടെ അടിസ്ഥാന ആവശ്യം ദാഹജലം, അതവിടെ അവർക്കില്ലാതെ പോകുന്നു. അവരെ നയിച്ച മോശയ്ക്കെതിരെ അവർ കുറ്റം പറയുകയാണ്. അവനെതിരെ കല്ലെറിയുവാനായിട്ട് തുടങ്ങുന്നു. ജനത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കിയ ഒരു നേതാവ്, ആ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം, കണ്ണുനീരിൽ മനസ്സറിയുന്ന ദൈവം ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. 1ാമത്തെ നിർദ്ദേശം, ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ കൂട്ടിക്കൊള്ളുക. 2ാമത്തെ നിർദ്ദേശം, നദിയടിച്ച വടി കയ്യിലെടുത്തുകൊള്ളുക. 3ാമത്തേത്, പാറയെ നീ അടിക്ക്, പാറയിൽ ഞാനുണ്ട്, നിന്റെ ജനത്തിന് വേണ്ട ദാഹജലം അവിടെ ലഭിക്കും. എൻ്റെ വാക്കുകളെ നിർത്തുന്നു.